ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ കപ്പലാക്രമിച്ച US നടപടിയിൽ പ്രതികരിക്കാതെ ഇന്ത്യ. ആക്രമിക്കപ്പെട്ടത് വിശാഖപട്ടണത്ത് സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയ കപ്പലെന്ന് റിപ്പോർട്ട്. നടന്നത് ടോർപിഡോ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച് പെന്റഗൺ. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ സർവീസുകളുമായി എയർലൈനുകൾ. കൊച്ചിയിൽ നിന്നും UAE വിമാനത്താവളത്തിലേക്ക് എയർ ഇന്ത്യ അടക്കം പ്രത്യേക സർവീസുകൾ നടത്തും. ഷെഡ്യൂൾഡ് വിമാനങ്ങളുടെ റദ്ദാക്കൽ തുടരുന്നു. നിർണായക CPIM സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് മാറ്റിയതും ചർച്ചയായേക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് തീയതിക്ക് പിന്നാലെ. CPIM വിമത കൺവെൻഷൻ ഇന്ന് പാലക്കാട്. PK ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വിമത നേതാക്കൾ. 500-ലധികം പേർ പങ്കെടുത്തേക്കും. 5 പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൺവെൻഷന്റെ ഭാഗമാകുമെന്നും M സതീഷ്. സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. പരീക്ഷ എഴുതുന്നത് 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുതിപ്പിന് വിരാമം. ന്യൂകാസലിനോട് തോറ്റത് 1-2 ഗോളിന്. കാരിക്കിന് കീഴിൽ ആദ്യ തോൽവി. ആഴ്സണലിനും ചെൽസിക്കും ജയം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില കുരുക്ക്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റണിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടറിൽ ഹോങ്കോങ് താരം എതിരാളി. ലക്ഷ്യ പ്രീ ക്വാർട്ടറിലെത്തിയത് ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിച്ച്.